കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ വയനാട്ടുകാരൻ കൂടിയാണ്. കമൽ, വയനാട്ടുകാർക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് ഈ വാർത്ത. അധികം റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റുന്ന ഒരു മാനസികാവസ്ഥ കമലിനില്ല എന്നും എനിക്കറിയാം. എങ്കിൽ ഈ 5-ാം ദിവസം എങ്ങനെയാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലൊക്കെ ആളുകളുടെ ഒരു സ്ഥിതി? ഇപ്പോൾ ആശുപത്രികളിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ ആരെങ്കിലുമൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്നുണ്ടോ? കൂടുതൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കേന്ദ്രങ്ങൾ ഇതുപോലെ തുറക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളുടെയൊക്കെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ഈ ആശുപത്രികളിൽ അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ള ആളുകളൊക്കെ തിരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വരുന്നുണ്ടോ? കൂടുതൽ ഏതെങ്കിലും ഇടങ്ങൾ ഇവർക്കായി ഒരുക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇപ്പോൾ ക്യാമ്പുകളിൽ സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോനിലയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ആളുകൾക്ക്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നവരെയും ക്യാമ്പിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. കൂടുതൽ ക്യാമ്പുകൾ ഒരുക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. എല്ലായിടത്തും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷെ അപ്പോഴും ഇതിന് ശേഷമുള്ള കാര്യങ്ങളാണ് വളരെ പ്രാധാന്യത്തോടെ കരുതേണ്ട കാര്യങ്ങൾ. എന്തെന്ന് വെച്ചാൽ ഇവരുടെ പുനരധിവാസം, ഇത്രയും ആളുകളെ എത്ര കാലം ക്യാമ്പിൽ താമസിപ്പിക്കും, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിന് മുന്നിലുണ്ട്. പക്ഷെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിലും ഈ ക്യാമ്പിന്റെ നടത്തിപ്പിലുമാണ് എല്ലാ സംവിധാനങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മുഴുവൻ സർക്കാർ വകുപ്പുകളും ഒരേപോലെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാ വകുപ്പുകൾക്കും കൃത്യമായ ജോലികൾ ഇവിടെ വീതിച്ച് നൽകിയിട്ടുമുണ്ട്. എല്ലാ സംവിധാനങ്ങളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും രക്ഷാദൗത്യം ഇന്നും ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാ തെരച്ചിൽ സംഘത്തിലെ എല്ലാ വിഭാഗങ്ങളും, NDRF, അതുപോലെ സൈന്യം, പോലീസ്, വനം വകുപ്പ്, അങ്ങനെ എല്ലാവരും ഇപ്പോൾ തെരച്ചിലിനായി ഇറങ്ങുകയാണ്. പക്ഷേ ഓരോ ദിവസം പിന്നിടുമ്പോഴും ദിവീഷ്, ഈ മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണ് ഇനിയും കാണാതായവരെങ്കിൽ. ആ തെരച്ചിൽ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെയാകും ഇനി മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുക്കാനാവുക തുടങ്ങിയ ആശങ്കകളൊക്കെയുണ്ട്. പ്രത്യേകിച്ച് ആ വില്ലേജ് ഓഫീസ് പരിസരത്തൊക്കെ ഹിറ്റാച്ചിയും JCBയും ഇറങ്ങി കുറേ തിരഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ മണ്ണിനടിയിൽ നിന്ന് ഇനി എങ്ങനെ കണ്ടെടുക്കും എന്നുള്ള ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. എങ്കിലും തെരച്ചിൽ മുന്നോട്ട് പോവുക തന്നെയാണ്. ഇന്നലെ രാത്രി വൈകിയും മുണ്ടക്കയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. ജീവന്റെ സിഗ്നൽ, ശ്വാസത്തിന്റെ സിഗ്നൽ ഉണ്ട് എന്ന റഡാർ സിഗ്നലിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടത്തിയത്. പക്ഷേ അത് പിന്നീട് മുന്നോട്ട് പോയില്ല. ഇന്നും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഒക്കെ സൈന്യം തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നലെ തന്നെ 6 സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തിയിരുന്നത്. അതേ പാറ്റേണിൽ തന്നെയാകും ഇന്നും മുന്നോട്ട് പോവുക. മന്ത്രിമാർ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത്, 3 മന്ത്രിമാരും ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനങ്ങളൊക്കെ ഈ തെരച്ചിലിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇനിയും ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആണ്. പലരും ഓരോരുത്തരെയും നമ്മൾ കാണുമ്പോൾ ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഇനിയും കാണാതായ ആളുകളെ കുറിച്ചാണ്. അല്ല, അതാണ് കമൽ, അതിലൊരു പട്ടിക തയ്യാറാക്കാൻ ഉള്ളൊരു സാഹചര്യം എങ്ങനെയാണ്? കാരണം ഇപ്പോൾ സൈന്യവും ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ നാടിന്റെ ഒരു രൂപരേഖ അവർക്ക് നൽകണം, ആരൊക്കെ താമസക്കാരുണ്ടായിരുന്നു എന്ന വിവരം കൂടി നൽകണം. കാരണം അവരുടെ ഒരു തിരച്ചിൽ എവിടെയൊക്കെ കേന്ദ്രീകരിക്കണമെന്ന് കൂടി അറിയാനാണ്. അപ്പോൾ ഈ കാണാതായവരുടെ പട്ടിക ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ തേടിക്കൊണ്ട് വേഗത്തിൽ തയ്യാറാക്കാൻ കഴിയുമോ? ദിവീഷ്, ഇന്നലെ വെള്ളാർമല വില്ലേജ് ഓഫീസറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഡാറ്റ ഏറെക്കുറെ പൂർണ്ണമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ധാരണയും ലഭിക്കാത്തത് ഈ ലയങ്ങളിലെ തൊഴിലാളികളെ കുറിച്ച് മാത്രമാണ്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു രേഖയുമില്ല. കാരണം ഈ കമ്പനികളുടെ പേറോളിൽ പോലും ഇല്ലാതെയാണ് പല കമ്പനികളും ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ വെക്കുന്നത്. അവരെ സംബന്ധിച്ചുള്ള ഒരു കണക്കും ലഭ്യമായിട്ടില്ല അധികൃതർക്ക്. പക്ഷേ ഇവിടെ വീടുള്ള ആളുകളുടെ കണക്കെടുപ്പൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. കൃത്യമായ ഡാറ്റ ലഭ്യമായി കഴിഞ്ഞു എന്നാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു ലിസ്റ്റ്, ഒരു പൂർണ്ണതയുണ്ടാവും. പിന്നെ ബന്ധുക്കളൊക്കെ പോയി അവരുടെ ആളുകളെ അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ ഈ കാണാതായവരുടെ ഒരു അത്തരത്തിൽ ഇവിടുത്തുകാരായ ആളുകളുടെ ഒരു ചിത്രം പൂർണ്ണമായും ലഭ്യമായിട്ടുണ്ട്. ഇന്നലെ വീണ്ടും ചാലിയാറിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും തെരച്ചിൽ ഏത് ഭാഗത്ത്, ഈ ദിവീഷ്, ഇതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ വീടിന്റെ പരിസരം, അടുക്കള, ആ ഭാഗത്തൊക്കെ തിരയാനാണ് പറയുന്നത്. പക്ഷേ
മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് ഒരുപാട് ദൂരെ നിന്നാണ്. ഇത്രയും വലിയ ഒഴുക്കുണ്ടായതുകൊണ്ട് തന്നെ എവിടെ തിരയണം, അങ്ങനെ അത് കൃത്യമായി ഒരു തീരുമാനത്തിലെത്താനുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ തിരയുമ്പോൾ വീണ്ടും മൃതദേഹങ്ങൾ ലഭിക്കുന്നുണ്ട്. ചൂരൽമലയിലൊക്കെ ബെയിലി പാലത്തിന് വളരെ അടുത്ത് നിന്ന് ഇന്നലെ 2 മൃതദേഹങ്ങൾ പുഴയിൽ നിന്ന് തന്നെ കണ്ടെടുത്തു. അത്തരത്തിൽ തൊട്ടടുത്തുനിന്ന് തന്നെ വീണ്ടും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഇന്നത്തെ തെരച്ചിലും അത്തരത്തിൽ പരിസരത്തൊക്കെ തിരയുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ വടുവഞ്ചാലിലെ ഈ കടകളുമായൊക്കെ ബന്ധപ്പെട്ട് ഓരോരുത്തർ കട നടത്തുന്നതുകാരും കെട്ടിട ഉടമകളൊക്കെ വന്ന് അവരുടെ സ്ഥലത്ത് തിരയുമ്പോഴൊക്കെയാണ് കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങൾ കിട്ടിയത്. അതുപോലെ വെള്ളാർമല സ്കൂൾ പരിസരത്ത് നിന്ന് ഇന്നലെ വീണ്ടും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സ്ഥിതിയുണ്ടായി. അവിടെ നിന്നാണ് ആദ്യത്തെ ദിവസം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ഇന്നും കാര്യമായ തെരച്ചിൽ നടത്തും. അവിടെ നിന്ന് പക്ഷേ ഈ താഴെ ചൂരൽമലയിൽ നിന്ന് കണ്ടെടുത്ത അത്രയും മൃതദേഹങ്ങൾ ആ ഭാഗത്തു നിന്നൊന്നും കണ്ടെടുത്തിട്ടില്ല. അതിൽ നിന്ന് ഈ തെരച്ചിൽ സംഘമൊക്കെ അനുമാനിക്കുന്നത് ഈ കൂടുതൽ പേരും ഒഴുക്കിൽ പെട്ട് അവിടെ നിന്നൊക്കെ ഒഴുകി പോയവരാണ് ഈ കാണാതായവരൊക്കെ എന്നുള്ള ഒരു അനുമാനം കൂടിയുണ്ട്. എന്തായാലും ഇന്നും ആ ഒരു പ്ലാനിൽ തന്നെയായിരിക്കും. 6 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്ലാൻ തന്നെയായിരിക്കും ഇന്നും തെരച്ചിൽ സംഘത്തിന് ഉണ്ടാവുക. ദിവീഷ്.